ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആകുന്ന രണ്ടുപേര് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്, ചക്കരയും കിങ്ങിണിയും. ആൾമാറാട്ടം കളിക്കുന്ന രണ്ടുപേരാണോ നിങ്ങൾ? അങ്ങനെ അധികം ആൾമാറാട്ടൊന്നും കളിക്കാറില്ല, എങ്കിലും ചെറിയ രീതിയിൽ എല്ലാരെയും പറ്റിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. ഉണ്ട്. ആരാണ് ചക്കര, ആരാണ് കിങ്ങിണി? എനിക്ക് മാറിപ്പോയതുകൊണ്ട് ചോദിച്ചതാ. വന്നിരുന്നപ്പോൾ തന്നെ എനിക്ക് കൺഫ്യൂഷനായി. ഇതിൽ ആരാണ് ചക്കര, ആരാണ് കിങ്ങിണി? കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാനുള്ള ടാസ്ക് എങ്ങനെയെങ്കിലും ആരായിരിക്കും ഒന്ന് ഗസ് ചെയ്യും. ചക്കരയും കിങ്ങിണിയും എങ്ങനെ? ഞാൻ പിന്നെ എനിക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റൂല. നിങ്ങൾ കണ്ടിട്ട് ഒരു മാറ്റവും ഇല്ല, നിങ്ങളെല്ലാം ഒരേപോലെ ഇരിക്കുന്നു, നിങ്ങളുടെ ജീവിത ശൈലികളെല്ലാം ഒരേപോലെയല്ല. അപ്പൊ എന്നോട് സത്യസന്ധത വരും, ആരാണ് ചക്കര, ആരാണ് കിങ്ങിണി? ചക്കര, കിങ്ങിണി. നിങ്ങൾ എന്തൊക്കെ കാര്യത്തിനാണ് കള്ളത്തരങ്ങൾ കാണിച്ചിരിക്കുന്നത്? കള്ളത്തരങ്ങള് കൂടുതലും കാണിച്ചേക്കുന്നതിന് അമ്മയുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട്, കൂട്ടുകാരുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. കൺഫ്യൂഷനൊക്കെ ഇട്ടിട്ടുണ്ട്. പരീക്ഷയിൽ മാറ്റാനേ രസമല്ലേ നിങ്ങളെ? മാറ്റാൻ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? പരീക്ഷ മാറി എഴുതിയിട്ടുണ്ടോ? മാറി എഴുതിയിട്ടുണ്ട്. ഉണ്ടോ? മാറി എഴുതിയിട്ടുണ്ടോ? എങ്ങനെ എക്സാം ഇവിടെ എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ട്. പിടിച്ചിട്ടില്ല? ഇതുവരെ പിടിച്ചിട്ടില്ല. ഇനി പിടിക്കല്ലേ? അപ്പൊ നിങ്ങളുടെ ID കാർഡിലൊക്കെ ഇങ്ങനെ സെയിം ഫോട്ടോസ് പേര് മാത്രമല്ലേ വ്യത്യാസം വരില്ലല്ലോ. അന്ന് ഇവളാന്ന് പറഞ്ഞ് ഞാൻ പോയി ഇവളുടെ ഐഡന്റി കാർഡ് ഇട്ടും, എന്നിട്ട് ഇവളാണ് നിഷ എന്ന് പറഞ്ഞിട്ട് ചെല്ലും. ബാക്കിയെല്ലാം ഒരുപോലെ അല്ല, ഡേറ്റ് ഓഫ് ബർത്ത് ഒരുപോലെയാണ്, എല്ലാം ഒരേപോലെയാണ്, അഡ്രസ് ഒരുപോലെയാണ്, എല്ലാം ഒരേപോലെ. ആകെയുള്ള പേര് മാത്രമാണ്. പഠിക്കാൻ പിടിക്കുക ആരാണ് കൂട്ടത്തില്? അങ്ങനൊന്നുമില്ല, ഞങ്ങള് സെയിം ഒരേപോലെ. മാർക്കാണെന്ന് പറഞ്ഞാലും എല്ലാം ഒരേപോലെ. ഫസ്റ്റ് ഇരിക്കുന്ന ആരാണ്, ലാസ്റ്റ് ഇരിക്കുന്ന ആരാണ്? അങ്ങനെയല്ല, ഞങ്ങള് ബെഞ്ചിലൊക്കെയാണോ? സ്കൂളില് ക്ലാസ്സിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഇരിക്കുന്നത്, ഒരു ബെഞ്ചിൽ അടുത്തടുത്ത് ഇരിക്കുന്നത്. അമ്മയെ എന്തൊക്കെ കാര്യങ്ങൾ പറ്റിച്ചിട്ടുണ്ട്? അച്ഛനെയൊക്കെ? അച്ഛനെ പറ്റിക്കാൻ എളുപ്പമാണ്, പറ്റിക്കാൻ പാടാ. അമ്മ എപ്പോഴും ഉള്ളതുകൊണ്ടാണല്ലേ? അമ്മ എപ്പോഴും ഞങ്ങളായിട്ട് മിങ്കിളാണല്ലോ, അപ്പൊ അമ്മയ്ക്ക് ഞങ്ങളെ പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. അച്ഛന് നേരിട്ട് പറ്റില്ല, ഫോണിൽ കൂടി ആണെങ്കിൽ അച്ഛനെ ഒട്ടും. വോയിസ് ഞങ്ങളുടെ വോയിസ് ഒരുപോലെ. ഫ്രണ്ട്സ് വിളിക്കുമ്പോഴാണെന്ന് പറഞ്ഞാലും നീയോടാന്നും പറഞ്ഞിട്ട് എന്റെ അടുത്ത് സംസാരിക്കും, നീയാന്നും പറഞ്ഞ് എന്നോട് സംസാരിക്കും, ഞാനാന്നും പറഞ്ഞ് ഇവളോട് സംസാരിക്കും. അല്ല, ഞാൻ സത്യത്തിൽ ഞാൻ ഷൂട്ടിന് നിങ്ങളെ വിളിക്കുമ്പോഴേ എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു, ഇതാരാ എന്നോട് സംസാരിക്കുന്നത് എന്നുള്ളത്. ഞാനല്ല, അവളാണ്, പക്ഷെ വിശ്വസിക്കും. അതല്ല, എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഇരിക്കുകയാണ്, ഇത് ആരാണ് എന്താന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല. അതിൻ്റെ ഇപ്പം നേരിട്ട് കണ്ടപ്പോഴും എനിക്ക് കൺഫ്യൂഷനാണ്, ഇതിൽ ആരാണ് ചക്കര, ആരാണ് കിങ്ങിണി. അത് നിങ്ങളിങ്ങനെ പറയുമ്പോൾ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ, അല്ലെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. പ്രപ്പോസലൊക്കെ വരാറുണ്ടായിരുന്നോ? അതെങ്ങനെയായിരുന്നു? എനിക്ക് കിട്ടേണ്ട സാധനം അവർക്ക് കൊണ്ട് കിടന്നിട്ടുണ്ട്. ഒരു ചെയിൻ ഇവളാന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടുത്തരും, ഞാനത് മേടിക്കും. ഞാൻ മേടിക്കും. എന്നിട്ട് നിങ്ങള് പിന്നെ ഈ ലവ് ലെറ്റർ അല്ലെ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ്? എങ്ങനെയായിരിക്കും ലവ് ലെറ്റർ? നേരത്തെ കിട്ടുന്ന സമയത്ത് പണ്ട് 8ാം ക്ലാസ്സിലൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒക്കെ ഞാൻ കുറച്ച് ടോക്സിക് ആയിരുന്നു, ഞാനായിരുന്നു പിന്നെ മേടിച്ചിട്ട് വീട്ടിൽ ക്യൂരിയോസിറ്റി, അതിൻ്റെ അകത്ത് എന്താണ് എഴുതിയേക്കുന്നത് വായിക്കാനും ഒരു ക്യൂരിയോസിറ്റി. ചുമ്മാ ഞാൻ ടൈം പാസ് ആയിരുന്നു, അവന്മാരൊക്കെ സീരിയസ് ആയിരുന്നു എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചെയിനായിട്ട് വീട്ടിൽ ചെന്നപ്പോ അമ്മ വഴക്കുറഞ്ഞു, കൊണ്ടക്കൊടുക്കടി, തിരിച്ചു കൊണ്ടക്കൊടുക്കാനൊക്കെ. പക്ഷെ ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ചെയിൻ കൊടുത്ത കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ നിങ്ങളിപ്പോ ഒരു ചേട്ടത്തി പ്രപ്പോസ് ചെയ്യുന്ന ആള് തന്നെ അനിയത്തി പ്രപ്പോസ് ചെയ്യാറുണ്ടോ? എല്ലാം പ്രപ്പോസ് ചെയ്യുന്നവർ എന്റെ അടുത്ത് വരും. ഇപ്പൊ ഒരു കൊല്ലം എന്നെ പ്രപ്പോസ് ചെയ്ത് ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞു, പിറ്റേ ഇയർ അവളെ പ്രപ്പോസ് ചെയ്യും. ഈ ഇപ്പോഴത്തെ പൂക്കി സ്റ്റൈൽ എന്ന് പറയുന്നത് പോലെ ചേട്ടത്തി അനിയത്തി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു. അന്ന് ആദ്യമായിട്ട് അങ്ങനെ പറഞ്ഞൊരു കൊച്ചിന്റെ ക്ലാസ്സിൽ എല്ലാരും കൂടിയിട്ട് കളിയാക്കിയായിരുന്നു. എങ്ങനെ പറഞ്ഞു? നീ ഒരു വീട്ടില് രണ്ടുപേരാണോടാ നീ പ്രേമിക്കുന്നേ, അനീത്തി പോയ ചേച്ചി, ആ ഒരു ലെവലാന്ന് പറഞ്ഞ് കളിയാക്കിയവരൊക്കെ ഉണ്ട്. എന്നിട്ട് കളിയാക്കിയ കൂട്ടത്തിൽ തന്നെ ഒരാൾ പിറ്റേ കൊല്ലം വന്ന് അവളോട് പ്രപ്പോസ് ചെയ്തു. അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു, പിറ്റേ കൊല്ലം ഈ കളിയാക്കിയവന്നു പോയി അവളെ പ്രപ്പോസ് ചെയ്തു. എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞ റിയാക്ട് ചെയ്ത് എന്തായിരുന്നു അന്നേരം? ഞാൻ എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞു, പിന്നെ പത്തിക്കറ ഇപ്പൊ പിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും അച്ഛനോടും അമ്മയോടും പറയാറുണ്ടോ? അമ്മയോട് പറയാറുണ്ട്. ഇങ്ങനെ പ്രപ്പോസലൊക്കെ വരുന്നത് പോയി പറയും അമ്മയോട്. അച്ഛനോട് അങ്ങനെ പറയത്തില്ല, അമ്മയോട് പറയും. ഇങ്ങനെ പറഞ്ഞമ്മയെന്നൊക്കെ പറയും. ഇപ്പൊ നാട്ടുകാർക്ക് നിങ്ങൾ തമ്മിൽ ഒരേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു അത്ഭുത ജീവികളെ പോലെ നോക്കാറുണ്ട്. പിന്നെ നല്ലോണം നോക്കാറുണ്ട്. ഇങ്ങനെ നോക്കുക, എന്തോ നടന്നത് ഞങ്ങൾക്ക് എന്തോ പോലെ തോന്നും, പക്ഷെ ഞങ്ങൾ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കും. എന്തൊക്കെ കലാപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ടേസ്റ്റ് കൂടുതൽ? എന്തൊക്കെയാണ്? ഡാൻസ് ഞങ്ങള് കളിക്കും. പഠിച്ചിട്ടില്ല, പക്ഷെ ഡാൻസ് കളിക്കും, ഭയങ്കര ഇഷ്ടമാണ്.
ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കളിക്കും. പിന്നെ വരയ്ക്കും. എന്നേക്കാൾ നന്നായിട്ട് അവള് വരയ്ക്കും. ഞാൻ വരയ്ക്കും, പക്ഷെ നന്നായിട്ട് വരയ്ക്കുന്നത് അവളാണ്. ആണ്. എന്തൊക്കെ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? പ്രൈസ് ഡാൻസിന് എല്ലാത്തിനും ഫസ്റ്റ് ടൈം. എന്തൊക്കെ കുരുത്തക്കേടുകൾ കാണിച്ചിട്ടുണ്ട്? കുരുത്തക്കേടുകളെ ഉണ്ടായിരുന്നുള്ളു ചെറുപ്പത്തില്. ഇപ്പോഴാണ് കുറച്ചും കൂടി ഡീസന്റ് ആയത്. ആണോ? എന്തൊക്കെ കാര്യത്തിൽ അമ്മയും അച്ഛനൊക്കെ പറ്റിച്ചിട്ടുള്ള? അച്ഛനെ ഓൾറെഡി ഫോൺ ചെയ്ത് പറ്റിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മ എന്തൊക്കെ കാര്യത്തിൽ പറ്റിച്ചിരിക്കുന്നത്? അമ്മേനെ അങ്ങനെയല്ല, അങ്ങനെ കളിക്കാൻ പോകുന്ന സമയത്തൊക്കെ അമ്മ അങ്ങനെ വിടില്ല. ഉച്ച സമയത്തൊന്നും കളിക്കാൻ പോകാൻ വിടില്ല. അപ്പൊ വീട്ടിലിങ്ങനെ കയറ്റിയിരുത്തും. അമ്മ ഇങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങുന്നതുകൊണ്ട് ഞങ്ങളെ കയറ്റി കിടത്തുറക്കും. അപ്പൊ അമ്മ ഉറങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ അപ്പുറം ഇപ്പുറം കണ്ണുറന്നിടും. പയ്യെ എണീറ്റിട്ട് എടേ നീ എണീറ്റോ ഉറങ്ങുവാണോ ചോദിക്കും. എന്നിട്ട് ഇല്ല ഞാൻ നമുക്ക് പോവാം കളിക്കാൻ പോവാന്ന്. എന്നിട്ട് പയ്യെ ഇറങ്ങിയിട്ട് അമ്മ വഴക്ക് പറയുമെന്ന് ഓർത്തിട്ട് അമ്മേനെ വീട്ടിൻ്റെ ഉള്ളിൽ പൊട്ടിയിട്ട് പുറത്തൊന്ന് പൊട്ടിട്ടിട്ട് ഞങ്ങള് കളിക്കാൻ പോയി. പിന്നെ ഒരു 3-4 ആയപ്പോ അമ്മ എണീറ്റ് വന്ന് കഥകെ കൊട്ടുക. അപ്പോഴാണ് കളി സ്ഥലത്ത് ഓടി വന്നിട്ട് കഥ തുറന്നിട്ട് ഞങ്ങൾ ഓടിയില്ലെങ്കിൽ അഴക്കും അടി ഉറപ്പാ. അപ്പൊ കഥ തുറന്നിട്ട് ഞങ്ങൾ ഓടി. പിന്നെ ഡ്രസ്സ് മാറ്റിയിട്ട് പറ്റിച്ചിട്ടുണ്ട് അമ്മേനെ. അവളുടെ ഡ്രസ്സ് ഞാനിടും, എന്നിട്ട് എന്റെ ഡ്രസ്സ് ഇവളിടും. എന്നിട്ട് ഞങ്ങൾ പറയും കിങ്ങിനിന്ന് കളിക്കുമ്പോ ഞാൻ ഓടിച്ചെല്ലും, ചക്കരേന്ന് കളിക്കുമ്പോ നീ ഓടിച്ചെല്ലണം എന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് അമ്മയുടെ അടുത്ത് ചെന്നിരുന്നേ. അമ്മയ്ക്ക് കാര്യം കത്തി, പക്ഷെ അമ്മ മിണ്ടിയില്ല. എന്നിട്ട് ഒരാവശ്യത്തിന് കിങ്ങിണിന്ന് വിളിക്കുമ്പോ ഞാൻ ചെല്ലും. എന്താ അമ്മ എന്താ ചിരി വരും, പക്ഷെ ചിരിക്കാതെ ചെല്ലും. എന്നിട്ട് അമ്മ പറയും അത് ഇത് ചെയ്യുന്ന പറയും. ഓക്കെ ശരി ചെയ്യും. അതിന് ചക്കരേന്ന് വിളിക്കുമ്പോഴേക്കും ഞാൻ ഓടിച്ചെല്ലുമ്പോ ഇവള് പറയും നീയല്ല ഞാൻ ഇവള് ഓടിച്ചെല്ലും. തെറ്റുപറ്റി വിളിച്ചപ്പോ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കാതെ അമ്മ വിളിച്ച്. അപ്പൊ ഒറിജിനൽ ആള് തന്നെ മറന്നുപോയി. നമ്മള് ആൾമാറാട്ടം നടത്തുമെന്ന് ഞങ്ങൾ തന്നെ മറന്നുപോയി. എന്നിട്ട് അമ്മയ്ക്ക് ഭയങ്കര ചിരിയായിരുന്നു. അമ്മ ഞങ്ങളുടെ ചിരിപ്പോയല്ലോ. അങ്ങനെ അമ്മേനെ പറ്റിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ സങ്കടപ്പെട്ട എന്തെങ്കിലും നിമിഷങ്ങളുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നു, അങ്ങനെയുള്ള സങ്കടങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരുപോലെ സങ്കടപ്പെട്ട നിമിഷം ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളുകളിലാണെന്ന് പറഞ്ഞാലും പിന്നെ ചില ഫ്രണ്ട്സിന്റെ ഇടയ്ക്കാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾക്ക് കൂട്ട് ഞങ്ങൾ തന്നെയായിരുന്നു. എപ്പോഴും ഞങ്ങൾ തന്നെയായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ്. സ്കൂളിലെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അവരെങ്ങനെ ഒറ്റപ്പെടുത്തും നിങ്ങളെ? ഇവളായിരുന്നു മെയിൻ. ഒരു കൂട്ടുകാരിയായിട്ട് എന്തോ ഒരു വഴക്കുണ്ടായ സമയത്ത് ഇവരൊക്കെ കൂടി ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചിരുന്നു. അപ്പൊ ഇവരൊക്കെ കൂടി അവരൊക്കെ ഒറ്റക്കെട്ടായി. എന്നെ കൂട്ടിയില്ല. അപ്പൊ എന്നെ കൂട്ടാത്ത സ്ഥിതിക്ക് ഇവള് പോവില്ലല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾ തമ്മിലായി. അങ്ങനെ പിന്നെ ഞങ്ങളെ കഴിക്കാനൊന്നും കൂട്ടില്ല, ഞങ്ങളെ ഒറ്റയ്ക്ക് ഇരുത്തും. ഞങ്ങൾ ഇങ്ങനെ കളിക്കാനൊരു നമുക്കൊരു പീരീഡ് ഉണ്ടല്ലോ, ആ ടൈമിലൊക്കെ അവരൊക്കെ ഒന്നിച്ച് കളിക്കും, ഞങ്ങളെ ഒന്നും കൂട്ടില്ല. അങ്ങനെയുള്ള സമയത്തൊക്കെ ഞങ്ങള് പ്രതികാരം ചെയ്തത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. പ്രതികാരം ചെയ്ത് ഞങ്ങള് കലോത്സവത്തിന് അവരോട് പറയാതെ ഡാൻസ് കളിച്ച് ഡ്രസ്സൊക്കെ വാടകയ്ക്ക് എടുത്ത് ഒക്കെ കളിച്ചപ്പോ അവർക്ക് ഫസ്റ്റും കിട്ടി. അപ്പൊ പിന്നെ അവര് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് 10th കയറുമ്പോ നമുക്കൊന്നിച്ച് കളിക്കാം എന്ന് പറഞ്ഞാൽ അവരങ്ങനെ വന്ന് ഞങ്ങളുടെ അടുത്ത് കൂട്ടാകുമായിരുന്നു. പിന്നെയും 10th കയറിയ സമയത്താണ് പിന്നെയും കൂടുതലും കൂട്ടായതൊക്കെ. നിങ്ങൾ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? നിങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും, എല്ലാം പറയും. ഒരു രഹസ്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇല്ല. അടിയും വഴക്കൊക്കെ ഒരു സൈഡില്, പക്ഷെ ഒരു പ്രശ്നം എന്തൊക്കെ കാര്യത്തിൽ നിങ്ങൾ പിണങ്ങുന്നത് ഇപ്പം ഞങ്ങൾക്ക് ഓരോ സാധനങ്ങളോ മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ എടുത്തു കഴിയുമ്പോ നമുക്ക് ഭയങ്കര സങ്കടമാ. ഒരാൾ വിട്ടുകൊടുക്കുമല്ലോ, വിട്ടുകൊടുക്കുന്നതൊക്കെ ഭയങ്കര സങ്കടമാ. പിന്നെ പിണങ്ങും. നീ എന്റെ അടുത്ത് വാ എന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എത്ര നേരം നിങ്ങൾ പിണങ്ങിയിരിക്കും? ഏറ്റവും കൂടുതൽ സമയങ്ങൾ നിങ്ങൾ പിണങ്ങിയിരുന്നൊരു ലെങ്ത് എത്ര ദിവസമുണ്ട്? രണ്ടും കുറച്ച് സമയം മിണ്ടാതിരിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും, അവളെ കൊണ്ടൊരു ആവശ്യം നമുക്ക് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വാ നമ്മൾ പിണങ്ങിയത് മറക്കും. പിന്നെ അയ്യോ കൂട്ടുകൂടി കഴിഞ്ഞതിന് ശേഷം ഓർക്കും അയ്യോ ഞാൻ അവളോട് പിണക്കായിരുന്നല്ലോ, അവ വിട്ടേക്ക്. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് എന്താ അറിയോ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ആൻസർ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ആ ഒരു ഈക്വാലിറ്റി എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്നതും എല്ലാം ഒരുമിച്ച് തന്നെയാണ്, ഒരുമിച്ചിരുന്ന് പഠിക്കുക, ഒരേ പോർഷൻസേ പഠിക്കൂ, ഒരേ സബ്ജക്ട്, ഒരു ബുക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ അമ്മ പറയും ഇവിടെ ഒന്നേ ഉള്ളൂങ്കിൽ അപ്പൊ ടീച്ചേഴ്സ് പറയും പ്രിന്റ് ഒക്കെ എടുക്കാനാണെങ്കിൽ ഒന്ന് എടുത്താൽ പോരെ, ഞങ്ങൾ 2. അപ്പം ഞാൻ പഠിക്കുന്ന സാധനം തന്നെ അവക്ക് വേണം, അവള് പഠിക്കുന്ന സാധനം തന്നെ എനിക്ക്. അപ്പൊ അമ്മ പറയും 2 ബുക്ക് എടുക്കാൻ പറ്റത്തില്ല, എന്തിനാ പഠിക്കുന്നത്, അത് അവക്ക് കൊടുക്കാം, എന്നിട്ട് നീ വേറെ സബ്ജക്ട് ഇരുന്ന് പഠിക്കുക. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റും ഒന്നായിരിക്കും. അപ്പം അമ്മ പഠിക്കണേന്ന് പറയുമ്പോ രണ്ടുപേരും ഒരു സബ്ജക്ട് പഠിച്ചോണ്ടിരിക്കും. എനിക്ക് ഞാൻ വേറെ കാര്യം ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഇപ്പൊ അതിൽ ഒരാൾ മാത്രം പഠിച്ചാൽ മതിയായിരുന്നു, സുഖമായിരുന്നു അല്ലേ? രണ്ടുപേരില്
അപ്പൊ എല്ലാരും പറയും അന്ന് ഒരാൾ മാത്രം ഫുഡ് കഴിച്ചാ പോരെ, കഴിച്ചാൽ പോരെ. മറ്റേയാൾക്ക് വയറ് വയറ് നിറയല്ലേ? അല്ല അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് സുഖമായിരുന്നു തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ഇപ്പം പഠിക്കുന്ന കാര്യത്തിലായാലും നിങ്ങൾ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടാണോ? നിങ്ങൾ എത്ര മണിക്കാണ് രാവിലെ എഴുന്നേക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് ക്ലാസ് ഉള്ള സമയത്തൊക്കെ നേരത്തെ 6 മണിക്ക് ഇരിക്കും. ക്ലാസ് ഇല്ലാത്ത സമയത്ത് അവിടെ കിടന്നുറങ്ങും. കിടന്നുറങ്ങും. അമ്മയൊന്ന് ശല്യം ചെയ്യാൻ വേണ്ടിട്ട് വരൂല്ല? വരും. അമ്മ ആദ്യം എണീറ്റിട്ടുണ്ടെങ്കിൽ എണീറ്റ് വരും. ഫാൻ നിർത്തിയിട്ട് പോകും. ഫാൻ നിർത്തിയിട്ട് അപ്പൊ എഴുന്നേക്കണം. ലൈറ്റ് ഓൺ ആക്കി ലൈറ്റ് ഇട്ടിട്ട് ഫാൻ ഓഫ് ആക്കിയിട്ട് വേറൊന്നും ചെയ്യില്ല. അത്ര ഫാൻ ഓഫ് ആക്കിയിട്ട് പോകുമ്പോ നമുക്ക് പിന്നെ ഭയങ്കര എണീറ്റ് പോയ എന്നിട്ടും എണീറ്റില്ലെങ്കിൽ വരും, എണീക്കുന്നില്ലേടിയും ചോദിച്ച്. അപ്പൊ നമ്മൾ എണീറ്റില്ലേ പറ്റൂ. നിങ്ങളുടെ ഈ ഭയങ്കരമായിട്ടുള്ള ഈക്വാലിറ്റി എന്നുള്ള പറയുന്ന സാധനം ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ആലോചിക്കുന്നത് നിങ്ങളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു പോയി, രണ്ടുപേരും നിങ്ങൾ കല്യാണം കഴിച്ചു പോയാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അതിനെക്കുറിച്ച് ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എല്ലാവരും പറയും ജിൻസിനെ തന്നെ കെട്ടെന്ന് പറയും. പക്ഷെ ഞങ്ങൾക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല. ജിൻസിനെ തന്നെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നിർബന്ധമൊന്നുമില്ല. അപ്പൊ അന്നേരം നിങ്ങൾ രണ്ടുപേരും ഒരു കല്യാണം കഴിയുമ്പോൾ രണ്ടായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സങ്കടങ്ങൾ ഉണ്ടാവില്ലേ? പിന്നെ അല്ലേ തന്നെ ഇവളൊന്ന് മാറുന്നല്ല ഞാനൊന്ന് മാറുന്ന ഭയങ്കര സങ്കടം, ഭയങ്കര വിഷമ. അങ്ങനെ മാറി നിന്നിട്ടില്ല, എന്നാലും ചില പ്രാവശ്യമൊക്കെ ചില സിറ്റുവേഷനിലൊക്കെ മാറി നിന്നിട്ടുണ്ട്. അപ്പൊ ഒക്കെ ഭയങ്കര സങ്കട. കോളേജിലാന്ന് പറഞ്ഞാൽ ഒരാൾ ലീവ് എടുത്ത് അടുത്ത ആളും ലീവ് എടുക്കും. കോളേജിൽ തന്നെ എപ്പോഴും വഴക്ക് പറയും, ഒരാൾക്ക് വയ്യാതായിട്ടുണ്ട് അടുത്താൾക്ക് വന്നൂടെ, ഒരാൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തോടെ. പക്ഷെ എന്തോ ഒരു ഇതാണ്. ഞാനും പോലെ ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും അല്ലേ നിങ്ങൾ ലൈഫിൽ ഒരാളില്ല? നമ്മള് ഒരു ഞങ്ങൾ തന്നെ എപ്പോഴും കൂട്ടുകൂടി നടന്നിട്ട് കോളേജിൽ ചെല്ലുമ്പോഴേക്കും ഒരാളില്ലാതാവുമ്പോ നമ്മൾ ശരിക്കും ഒറ്റപ്പെട്ടു പോകുന്ന പോലെ തോന്നും. അതുകൊണ്ടായിരിക്കും മാക്സിമം ഞങ്ങൾ അതുകൊണ്ടാണ് പോകുന്നത്. അറ്റൻഡൻസ് ലോ ആയാലും അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കുക, രണ്ടിടത്തും രണ്ട് ഏരിയയിലാണ് നിങ്ങൾ ആ ജോലി സ്ഥലത്ത് പോകില്ലേ? പോകും. സിറ്റുവേഷൻ അതാണ്. എന്താ നിങ്ങളുടെ ആഗ്രഹം എന്താണ്? എന്ത് ജോലി വേണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? ഇപ്പം ഞങ്ങൾ പഠിക്കുന്നത് ഫുഡ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനെ ബേസ് ചെയ്ത് തന്നെ ക്വാളിറ്റി ഫുഡ് ഇൻഡസ്ട്രിയില് ക്വാളിറ്റി കൺട്രോളർ ആയിട്ട് കാരണമെന്നാണ് ആഗ്രഹം. അത് അങ്ങനെ നിങ്ങൾ ഈ ടിൻസ് കമ്മ്യൂണിറ്റീസ് ഇല്ലേ, അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 900 അത്രയോ സംതിങ് ഉണ്ട്. 900 മെമ്പേഴ്സ് ഉണ്ട്. 900 × 2 അങ്ങനെ വരുന്നേ? അതോ എല്ലാം 900? എങ്ങനെ? മൊത്തം 900 ആൾക്കാർ വരുന്നുണ്ട് അല്ലേ? അത് ഓൾ കേരള ട്വിൻസ് കമ്മ്യൂണിറ്റിയാണ്. എന്റെ മീറ്റപ്പ് ഈ ഓഗസ്റ്റ് 31 കഴിഞ്ഞു. ഭയങ്കര വൈറലായിരുന്നു. ന്യൂസിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു. ഈ ട്രിപ്പിൾസ് ഉണ്ടോ? ട്രിപ്പിൾസ് ഉണ്ട്, 4 ജോഡി ട്രിപ്പിൾസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇനി പുതിയ പിള്ളേർ ആഡായിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെറിയ പിള്ളേർ. നിങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ട്രിപ്പിൾസ് ഉണ്ട്? ട്രിപ്പിൾസ് ഉണ്ട്. 4 ജോഡിയേ ഉള്ളൂ, ബാക്കിയെല്ലാം ട്വിൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു ടിൻസിനെ കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ ക്യൂരിയോസിറ്റി എന്തായിരിക്കും? ഞങ്ങൾക്കും ഭയങ്കര ഇതായിരിക്കും. ഞങ്ങൾ ഓരോരുത്തരെ നോക്കിയിരിക്കണം. അയ്യോ നിങ്ങൾ ഒരേപോലെ ഇരിക്കുന്നു അങ്ങനെ പറയാറുണ്ട്. ട്വിൻസിന്റെ ഡിഫറൻസ് നോക്കും. ഞങ്ങളിലുള്ളത് തന്നെയൊക്കെയാണോ അവരിലുള്ളത്? ഞങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ സമാധാനം എന്താ കണ്ടുപിടിക്കാൻ നേരം? ഉണ്ടാവും, അവയുടെ പിന്നെ വണ്ണം വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരാളുടെ മുടി തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, ചിരി എല്ലാം കണ്ടുപിടിക്കും. എങ്കിലും ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. നിങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്യാറുണ്ടോ? കുക്ക് ചെയ്യാറുണ്ട്. എന്തൊക്കെ കാര്യത്തിന് അമ്മ വഴക്ക് പറയാറുള്ളത്? അമ്മ മെയിനായിട്ട് ജോലി ചെയ്യാത്തതിനും പറയാറുണ്ട്, പഠിക്കാത്തതിനും പറയാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഓരോ പിന്നെ ഇങ്ങനെ ടാസ്ക് ആയിട്ടാണ് ഇങ്ങനെ തരുന്നത്, ഇന്നാൾ ഇന്ന സാധനം ചെയ്യണമെങ്കിൽ ചെയ്യാനേ പറയത്തുള്ളൂ. ഞങ്ങളത് ഡിവൈഡ് ചെയ്യും. അങ്ങനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും നിങ്ങൾ? ഒരാള് കഞ്ഞിക്ക് വെള്ളം ഇട്ടാ ഞാൻ കഞ്ഞിക്ക് വെള്ളം ഇട്ടില്ല, നീ ഇനി അരിയിട, ഞാൻ കുറച്ചേരം പോയിരിക്കട്ടെ പറയും. അപ്പൊ അമ്മ പറയും അത് ഒരാൾക്കങ്ങ് ചെയ്താ പോരെ, ഞാനിവിടെ എല്ലാം ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തില്ല, ഒരു സമാധാനമില്ല. അവളവിടെ ചുമ്മാ ഇരിക്കുന്ന കാണുമ്പോ നമ്മളിവിടെ പണി ചെയ്യുമ്പോ അസൂയുണ്ടോ? ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സുന്ദരിയാണെന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഞാനാണ് സുന്ദരി, അങ്ങനെ ഈഗോ സ്വന്തമായിട്ട് തോന്നൂല. ഇവളുടെ വിചാരം ഇവളാണ് സുന്ദരി, എനിക്ക് എന്റെ വിചാരം ഞാനാണ് സുന്ദരി. പൊതുവെ എല്ലാരും രണ്ടുപേരും സുന്ദരികളാന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിന്റെ അഹങ്കാരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ട്രിപ്പിൾസിനെ കണ്ടിട്ടില്ലേ നിങ്ങൾ? കമ്മ്യൂണിറ്റിയിൽ ട്രിപ്പിൾസ് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പൊ അവരെ കാണുമ്പോൾ നിങ്ങൾ നമ്മൾ രണ്ടല്ലേ, നിങ്ങൾ മൂന്നുണ്ട്, അങ്ങനെ ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഭയങ്കര
അവര് ഭയങ്കര ക്യൂരിയോസിറ്റി അല്ലേ, 3 പേരും ഒരുപോലെ ഇരിക്കുന്നു, അവരുടെ ഡിഫറൻസ് കാണാനേ പറ്റിയിട്ടില്ല. ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി അവരെ കാണുമ്പോ, അയ്യോ 3 പേര് ഒരേപോലെ അപ്പൊ അവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? അവരോട് ഞങ്ങൾ എപ്പോഴും ചോദിക്കുന്നത് ഇതിലാരാ ഇന്നയാള് ആരാ അപ്പൊ പറയും. പിന്നെ കുറച്ച് നമ്മൾ തിരിഞ്ഞെടുക്കുന്ന വരുമ്പോ അയ്യോ ഇതിലാരായിരുന്നു എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക്. അതിപ്പോ ആരാണേലും അവര് ട്രിപ്പിൾസ് ആരാണേലും ഞങ്ങൾക്ക് കൺഫ്യൂഷൻ. ട്വിൻസ് ആണെങ്കിൽ ഞങ്ങൾ പിന്നെയും കണ്ടുപിടിക്കും ഇന്ന ആളാണെന്ന് മനസ്സിലാവും. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് രണ്ടുപേരുടെ? ആഗ്രഹങ്ങള് ജോലി മേടിക്കണം, പിന്നെ പാഷൻ ഇതാണ് ആക്ടിങ്, ഫോട്ടോഷൂട്ട് ഒക്കെ ഭയങ്കര ആഗ്രഹങ്ങളാണ്. ജോലി മേടിക്കണമാണ് മെയിൻ ആഗ്രഹം. അതിന്റെ കൂടെ ഇതും കൊണ്ടുപോകണം. കാരണം കുറ്റപ്പെടുത്തിയ കുറെ ആൾക്കാരുണ്ട്. എന്താ കാര്യത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുത്തിയ? ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ഒന്നിച്ച് കിട്ടിയിട്ടുണ്ട്. എന്താ കാര്യം നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്? ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിന്ന 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ഒന്നും ആവുന്നില്ല, ഒരിടത്തും നിങ്ങൾ എത്തില്ല, നിങ്ങൾക്ക് ഈ സൊസൈറ്റിയില് വാല്യൂ ഇല്ല എന്നൊക്കെ ഞങ്ങളിങ്ങനെ തരം താഴ്ത്തി പറഞ്ഞവയുടെ മുന്നിലൊക്കെ നമുക്ക് ഒരു തിരിച്ചു വരവ് ഉണ്ടാവണം. അവയുടെ മുന്നില് നമുക്കൊരു തല ഉയർത്തി നിൽക്കണം. നമുക്കും സൊസൈറ്റിയിൽ വാല്യൂ ഉണ്ട്, അവയുടെ മുന്നിലാണ് ഞങ്ങൾക്ക് വാല്യൂ ഇല്ലാത്ത. പക്ഷെ അവര് പറയുന്നത് ഈ സൊസൈറ്റിയില് ഞങ്ങൾക്ക് വാല്യൂ ഇല്ല, അതാണ് പറയുന്നത്. അപ്പം അവയുടെ മുന്നിൽ അവരെക്കാൾ ഉയർന്നു നിൽക്കണം, ഒരു ആഗ്രഹമുണ്ട്. ജീവിതത്തിൽ ഈ ഒരു എപ്പിസോഡ് കാര്യങ്ങൾ ഈ പോഡ്കാസ്റ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളെ ലക്ഷ്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോഴ്സുകൾ എന്തായാലും നിങ്ങൾക്ക് വരും. നിങ്ങൾ ടിൻസ് ആണെന്ന് കരുതിയിട്ട് ഒരിക്കലും നിങ്ങളെ സൊസൈറ്റി ഒരിക്കലും മാറ്റി നിർത്തൂല. നിങ്ങൾ മറ്റൊരാളുടെ വായിൽ നിന്നും ഞങ്ങൾക്ക് വാല്യൂ ഉണ്ടെന്ന് അവര് കേൾക്കണം. അവര് താഴ്ന്നു പോണം, അവര് രക്ഷപ്പെടരുതെന്നൊന്നും ഞങ്ങൾ പറയത്തില്ല. അവര് രക്ഷപ്പെടണം അവരവരുടേതായ രീതിയിൽ. പക്ഷെ മറ്റൊരാളെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് ആവരുത് ഒരിക്കലും മറ്റൊരാൾ രക്ഷപ്പെടാൻ. ഒരാളെ നീ നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് അവര് നന്നാവും, അങ്ങനെ നന്നാവരുത്. നീ നന്നാവുമെങ്കിൽ അതിന്റെ കൂടെ ഞാനും, അല്ലെ ഞാൻ നന്നാവുമെങ്കിൽ അതിന്റെ കൂടെ നീയും നന്നാവും. നമ്മള് ഒരാളല്ലെങ്കിൽ ഒരു വീഴ്ചയിൽ കിടക്കുന്ന സമയത്ത് അവര് വീഴ്ചയിലാണെന്ന് അറിയാലോ, എന്നിട്ട് പിന്നെ താഴ്ത്തിക്കെട്ടി അവർക്ക് നമുക്ക് അവരുടെ പേഴ്സണലായിട്ട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തിനാ അവരോട് പറയുന്നത്? വേണ്ട, ഉള്ളി വെച്ചാ പോരെ. ഒരിക്കലും അതവരെ പൂർണ്ണമായും തളർത്തിക്കളയുന്നൊരു കാര്യമാണ്. ഞങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ താഴ്ത്തുന്ന രീതിയിൽ ഒരുപാട് വാക്കുകള്, വളരെ ഇങ്ങനെ മറക്കാൻ പറ്റാത്ത കുറെ വാക്കുകള് അവര് പറഞ്ഞിട്ടുണ്ട്. അതുപോലൊന്നും നമ്മൾ തിരിച്ചു പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ലൈഫ് ലോങ് കൂടെ ഉണ്ടാവുമെന്ന് ഉള്ളവരായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ തളർത്തിക്കളയുക. ഒരിക്കലും നിങ്ങൾ ഒരേ മനസ്സുള്ള 2 പേര്, ഒരേപോലെ എനിക്ക് തന്നെ മാറിപ്പോകുന്ന 2 പേര് ഒരിക്കലും നിങ്ങൾ തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു വാശി നിങ്ങളുടെ മനസ്സിലുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും തോറ്റു കൊടുക്കാൻ പറ്റൂല. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ശ്രമങ്ങൾ എപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരാൾ ഡൗൺ ആയി കഴിയുമ്പോൾ, ഇവളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഞാനാണ്. ഞാൻ ഡൗൺ ആയി പോകുമ്പോൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇവളാണ്. റിപ്പോർട്ട് നമുക്ക് സെറ്റ് ആക്കാം, നമ്മള് രക്ഷപ്പെടും, നമ്മൾ സെറ്റ് ആവും, ഇങ്ങനെ തളർന്നു പോകല്ലേന്ന്. എന്നെ സെറ്റാക്കുന്ന ഇവളും, ഇവളെ സെറ്റാക്കുന്ന ഞാൻ. അതുകൊണ്ട് ഞങ്ങൾ ഒരേ വേവ് ലെങ്താ. ഞങ്ങൾ ഒരിക്കലും സങ്കടപ്പെടുവാണെങ്കിൽ സങ്കടപ്പെടും, ഞങ്ങൾ ഹാപ്പി ആവാണ് ഞങ്ങൾ ഒരുപോലെ ഹാപ്പി. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്, കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ കുറേ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വലിയ സ്റ്റേജിലേക്ക് നിങ്ങൾ 2 പേരും വരട്ടെ. നിങ്ങളെ തളർത്തിയവർക്ക് മറുപടി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന 2 ലേഡീസായിട്ട് മാറട്ടെ. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ജോബ് പാഷനൊക്കെ ദൈവം അനുഗ്രഹങ്ങളുണ്ടാവട്ടെ. നിങ്ങൾ വേഗം സപ്പോർട്ടായിട്ട് നിങ്ങളെ ഡ്രീമിലേക്ക് തന്നെ വരട്ടെ. അത് നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതുപോലെ ഈ പോഡ്കാസ്റ്റിന് വന്നാലും എനിക്കിപ്പോഴും മാറിപ്പോയിട്ടുണ്ട്, ആരാണെങ്കിൽ ഇങ്ങനെ എന്നുള്ളതിൽ ഞാനിപ്പോഴും പറയാണ്. എങ്കിലും നിങ്ങളെ ആ ഒരു ആഗ്രഹങ്ങളെ പുറകെ നിങ്ങൾ പോകും, തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ലോകവും കൂടെ വരുമെന്നാണ്. അതുപോലെ എല്ലാവരും മുന്നിൽ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക, ഞെളിഞ്ഞ് തന്നെ നിന്നിട്ട് ഇപ്പോഴൊന്നും പ്രതികാരം വാക്കാലെ ഇപ്പൊ നമ്മൾ തളർത്തി കളയാൻ പോയിട്ട് ഞങ്ങളിപ്പോ എത്ര ഉയരെങ്കിലും ഞങ്ങൾ ഇത്രയായി, നിങ്ങൾ ഇപ്പോഴും അങ്ങനെ കിടക്കുവാന്നൊന്നും പറയില്ല, നമ്മള് കാണിച്ചു കൊടുക്കും, അല്ലാതെ തിരിച്ച് പറയാനൊന്നും പോവില്ല. അത് മനസ്സിലാക്കുക അവരുടെ ഇതാണ്. ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ദിവസം വരട്ടെ. സോ വന്നതിൽ പരിചയപ്പെട്ട് വളരെ സന്തോഷം. നിങ്ങളുടെ ജീവിതങ്ങളിൽ സ്വപ്നങ്ങൾ ഒരുപാടാവട്ടെ. താങ്ക് യു സോ മച്ച്.